നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ വാർത്തകൾ പ്രേക്ഷകരെ സമഗ്രമായി അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. വരുന്ന ഒരു മണിക്കൂർ നേരം നമ്മൾ പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാകും. ഞാൻ അനുജ. ഞാൻ ഉന്മേഷ് ശിവരാമൻ. അനുജ, ഇന്ന് പ്രധാനപ്പെട്ട വാർത്ത നേപ്പാളിലെ വിമാന ദുരന്തമാണല്ലേ? അതെ, തീർച്ചയായും. വീണ്ടും നേപ്പാൾ ഈ പുതിയ വർഷം പിറക്കുമ്പോൾ ആദ്യ മാസം തന്നെ ഇത്തരത്തിലൊരു ദുരന്തത്തിന്റെ വാർത്ത നേപ്പാളിൽ നിന്ന് വരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന വിമാനാപകടം നേപ്പാളിൽ. അതെ, നേപ്പാൾ വിമാന ദുരന്ത വാർത്തയിലേക്കാണ് ആദ്യം. നേപ്പാളിൽ വിമാനം ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് തകർന്നു വീണു. 67 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായി നേപ്പാൾ ഔദ്യോഗികമായി അറിയിച്ചു. മരിച്ചവരിൽ 5 പേർ ഇന്ത്യക്കാരാണ്. കാഠ്മണ്ഡുവിൽ നിന്ന് യാത്ര തിരിച്ച യതി എയർലൈൻസ് വിമാനമാണ് പൊക്കാറ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീണത്. അപകട കാരണം മോശം കാലാവസ്ഥ എന്നാണ് സൂചന. നേപ്പാളിന് ഇന്ന് കറുത്ത ഞായറാഴ്ച രാവിലെ 10:33 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം ലക്ഷ്യസ്ഥാനത്ത് റൺവേയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തീഗോളമായി മാറി. യതി എയർലൈൻസിന്റെ വിമാനമാണ് പൊക്കാറ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം ഒരു ഗർത്തത്തിലേക്ക് നിലംപൊത്തിയത്. പ്രാദേശിക സമയം രാവിലെ 11:10 അപകടം. 68 യാത്രക്കാരും 4 ജീവനക്കാരും വിമാനത്തിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിച്ചെങ്കിലും ഫലമുണ്ടായില്ല. വിമാനത്തിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി വിദേശികളും സഞ്ചാരികളായിരുന്നു. റഷ്യ, അയർലൻഡ്, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലെ യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാൾ മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തി. അപകടത്തിന് പിന്നാലെ പൊക്കാറ വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. പൊക്കാറ രാജ്യാന്തര വിമാനത്താവളത്തിനും പഴയ വിമാനത്താവളത്തിനുമിടയിൽ സേതി റിവർ വാലിയിലാണ് വിമാനം തകർന്നു വീണത്. കാലാവസ്ഥാ പ്രശ്നങ്ങളാകാം അപകടത്തിന് പ്രധാന കാരണമായതെന്ന് കരുതുന്നു. വിമാനം പഴയ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള ശ്രമത്തിനിടെയാണോ അപകടമുണ്ടായതെന്നും അഭ്യൂഹങ്ങളുണ്ട്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. നമ്മൾ പോകുന്നത് കാര്യവട്ടത്തേക്കാണല്ലേ? അതെ, കാര്യവട്ടത്ത് റൺമലയാണ്. കാണികളുടെ കുറവുണ്ട്, പക്ഷേ ഇന്ത്യൻ ടീം മികച്ച ഫോമിലാണ്. ഏതായാലും 2 പേർക്ക് സെഞ്ചുറി ഉണ്ട്, കൂറ്റൻ സ്കോറും ഉണ്ട് ഇന്ത്യക്ക് അല്ലേ? അതെ, കാര്യവട്ടത്ത് റൺമല. കാര്യവട്ടം ഏകദിനത്തിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് വെടിക്കെട്ടാണ്. ശുഭ്മാൻ ഗില്ലിന്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി മികവിൽ ശ്രീലങ്കയ്ക്കെതിരെ 390 റൺസാണ് ഇന്ത്യ അടിച്ചെടുത്തത്. പുറത്താകാതെ 166 റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ടോപ്പ് സ്കോറർ. ഇന്ത്യൻ മണ്ണിലെ ഏകദിന സെഞ്ചുറി നേട്ടത്തിൽ വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നു. മറുപടി ബാറ്റിംഗിൽ ശ്രീലങ്കയ്ക്ക് ഇതുവരെ 4 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. രഞ്ജു മത്തായി ഇപ്പോൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. രഞ്ജു, ഇന്ത്യ മികച്ച ഫോമിലായിരുന്നു, കൂറ്റൻ സ്കോറുണ്ട്. ശ്രീലങ്കയ്ക്ക് മോശം തുടക്കം. വിവരങ്ങൾ എന്തൊക്കെ രഞ്ജു? ഉന്മേഷ്, അനുജ, കാര്യവട്ടം ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരം ആരംഭിക്കുമ്പോൾ നമ്മളെല്ലാം ആശങ്കയിലായിരുന്നു. കാണികളുടെ അഭാവം നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നാണക്കേട്. നമ്മളെങ്ങനെ ഇത്തരത്തിലൊരു സാഹചര്യം എങ്ങനെ നമുക്കുണ്ടായി എന്നുള്ള ചിന്തകളൊക്കെയായിരുന്നു. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഈ വിവാദങ്ങളെയെല്ലാം പിന്തള്ളിക്കൊണ്ട് ക്രിക്കറ്റിലെ ഒരു അത്യുജ്വല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് കാണികളെ ത്രസിപ്പിച്ചിരിക്കുന്ന കാഴ്ച ഈ മത്സരം കാണാത്തവർക്ക് ഒരു പക്ഷേ വലിയ നഷ്ടമാണ്. കാരണം ഇത്തരത്തിൽ വിരാട് കോഹ്ലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഇന്നിങ്സ്, ഇന്ത്യയുടെ ഭാവി വാഗ്ദാനം എന്ന് വിലയിരുത്തപ്പെടുന്ന ശുഭ്മാൻ ഗില്ലിന്റെ ഒരു തകർപ്പൻ ബാറ്റിംഗ്, അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ തകർത്താടുന്ന കാഴ്ചയാണ് നമുക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കരിയറിലെ തന്റെ 46ാമത്തെ സെഞ്ചുറി കുറിച്ചുകൊണ്ട് ഏകദിനത്തിലെ വിരാട് കോഹ്ലിയുടെ 46ാമത്തെ സെഞ്ചുറിയാണ് അത്. വളരെ അതുല്യമായ പ്രകടനത്തിലൂടെയാണ് വിരാട് കോഹ്ലി നേടിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രോഹിത് ശർമ്മ പുറത്തായതിനു ശേഷം ക്രീസിലെത്തിയ വിരാട് കോഹ്ലി യുവതാരം ശുഭ്മാൻ ഗില്ലുമൊത്ത് ഒരു ഗംഭീര പാർട്ട്ണർഷിപ്പ്. ശുഭ്മാൻ ഗില്ല് സെഞ്ചുറി അടിക്കുന്നു. അതിനുശേഷം ശുഭ്മാൻ ഗില്ല് 116 റൺസിന് പുറത്തായതിനു ശേഷം വിരാട് കോഹ്ലിയുടെ സംഹാര താണ്ഡവമാണ് നമുക്ക് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. 166 റൺസുമായി വിരാട് കോഹ്ലി പുറത്താകാതെ നിൽക്കുന്നു. അത്യുജ്വലമായ പ്രകടനം, സിക്സറുകളും ബൗണ്ടറികളും അങ്ങനെ അത് ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. വിരാട് കോഹ്ലിയുടെ ഷോട്ടുകളൊക്കെ അതിമനോഹരമായ ഷോട്ടുകൾ. വിരാട് കോഹ്ലി, നമ്മൾ കമന്ററിയിൽ രവി ശാസ്ത്രി പറയുന്നുണ്ട്, സ്റ്റാൻഡ് ആൻഡ് ഡെലിവർ എന്ന
ഒരു വാക്ക്, അത് വിരാട് കോഹ്ലി അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം എത്ര മികച്ച ഫോമിലാണ് കളിക്കുന്നതെന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ 4 ഇന്നിങ്സുകൾ, കഴിഞ്ഞ 4 ഏകദിനങ്ങളിൽ നിന്ന് വിരാട് കോഹ്ലി 3 സെഞ്ചുറിയാണ് നേടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അതുല്യമായ ഒരു ഫോം നമുക്ക് കാര്യവട്ടത്ത് കാണാൻ കഴിഞ്ഞു. കാര്യവട്ടത്ത് കളി കണ്ടവരെല്ലാം ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഈ കസേരയിൽ നിന്ന് എണീറ്റ് നിന്ന് മത്സരത്തിൻ്റെ ഏകദിനം ബോറടിപ്പിക്കുന്ന കളിയാണ് എന്നുള്ള വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഏകദിന മത്സരം കാര്യവട്ടത്തെ സ്റ്റേഡിയത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കളി കാണാൻ എത്താതിരുന്നവർക്കൊക്കെ, കളിപ്രേമികൾക്കൊക്കെ വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അനുജ, നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി വലിയ ഒരു നേട്ടം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി അത് കാണാൻ കഴിയുക, വിരാട് കോഹ്ലി അത് ഒരു ഗംഭീര സെഞ്ചുറി, അതൊരു ചെറിയ സെഞ്ചുറി അല്ല. ഒരവസരവും ഒരു പഴുതും എതിർ ടീമിന് നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ സ്ട്രൈറ്റ് ഡ്രൈവുകൾ, അദ്ദേഹത്തിൻ്റെ ഫ്ലിക്കിംഗ് ലെഗ് സൈഡിലേക്കുള്ള ഫ്ലിക്ക് ഷോട്ടുകൾ, അദ്ദേഹത്തിൻ്റെ സിക്സറുകൾ, മനോഹരമായ സിക്സറുകൾ, അതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു അതിമാസ്മരികമായ പ്രകടനം, ഒരു മാസ്മരിക പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞു. അത് ഏതൊരു ക്രിക്കറ്റ് ആരാധകനെ സംബന്ധിച്ചും വലിയ കാര്യമാണ്. അത് വിരാട് കോഹ്ലി അക്ഷരാർത്ഥത്തിൽ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ചു. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ ഏതൊരു താരത്തിൻ്റെയും ഉയർന്ന സ്കോർ അത് വിരാട് കോഹ്ലിയുടെ പേരിൽ, അത് ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുടെ പേരിലാണ് കുറിക്കപ്പെടുന്നത്. സെഞ്ചുറികളുടെ നേട്ടത്തിൽ ഈ സ്വന്തം മണ്ണിൽ സെഞ്ചുറികൾ നേടുന്ന, ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടം സച്ചിനെ മറികടന്നിരിക്കുകയാണ് വിരാട് കോഹ്ലി. 21 സെഞ്ചുറികളാണ് ഇന്ത്യൻ മണ്ണിൽ വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത്. 20 സെഞ്ചുറിയായിരുന്നു സച്ചിൻ്റെ റെക്കോർഡ് എന്നുള്ളത്. എന്നാൽ 21ാമത്തെ സെഞ്ചുറി കുറിച്ചുകൊണ്ട് വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കറെ മറികടന്നിരിക്കുന്നു. സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏകദിനത്തിലെ 49 സെഞ്ചുറി എന്ന നേട്ടം മറികടക്കാൻ വിരാട് കോഹ്ലിക്ക് ഇനി കേവലം 3 സെഞ്ചുറികൾ മാത്രം മതി. വിരാട് കോഹ്ലിയുടെ അത്യുജ്വലമായ ഒരു പ്രകടനം നമുക്ക് കാണാൻ കഴിഞ്ഞു. അതോടൊപ്പം എടുത്തു പറയേണ്ടത്, ഇന്ന് KL രാഹുൽ ഔട്ടാകുമ്പോൾ നമ്മുടെ ആരാധകർ കൈയടിക്കുകയായിരുന്നു. KL രാഹുൽ ഔട്ടാകുമ്പോൾ സൂര്യകുമാർ യാദവിനെ അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സൂര്യകുമാർ യാദവിൻ്റെ ബാറ്റിംഗ് പ്രകടനം കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ആരാധകരെ സംബന്ധിച്ച്. പക്ഷേ സൂര്യകുമാർ യാദവ് നിരാശപ്പെടുത്തി. പക്ഷേ ഇന്ത്യയുടെ ടീം ടോട്ടൽ 390 എന്ന കൂറ്റൻ സ്കോർ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഒരുക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു. ശരി രഞ്ജു, ഏതായാലും കൂറ്റൻ സ്കോറാണ്. നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ 4 വിക്കറ്റ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 5 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. ശ്രീലങ്കയ്ക്ക് വലിയ തോൽവിയിലേക്ക് ശ്രീലങ്ക ഒരുപക്ഷെ പോകാനുള്ള സാധ്യത. തുടക്കത്തിൽ ഈ മോശം തുടക്കത്തിനെ അങ്ങനെയാണ് കാണേണ്ടതെന്ന് തോന്നുന്നു. ഏതായാലും രഞ്ജു മത്തായിയാണ് ഗ്രീൻഫീൽഡ്. രഞ്ജുവിന് ഇത് പറഞ്ഞിട്ടും മതിയാകുന്നില്ല ഇന്ത്യൻ ടീമിന്റെ പ്രകടനത്തെ കുറിച്ചല്ലേ. പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ടിക്കറ്റ് നിരക്കിലെ വർധന, മന്ത്രിയുടെ പരാമർശം, ഇതൊക്കെ വിവാദമായി. പക്ഷേ ഈ വിവാദത്തെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഈ പ്രകടനം എന്നുള്ളത് തീർച്ചയായും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. തീർച്ചയായും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലെ ആളൊഴിഞ്ഞ പവലിയൻ KCAക്ക് നാണക്കേട്. കായിക മന്ത്രിയുടെ വിവാദ പ്രസ്താവന തിരിച്ചടിയായി എന്നാണ് KCA വിശദീകരിക്കുന്നത്. കാണികൾ കുറഞ്ഞതിലെ ആശങ്ക വ്യക്തമാക്കി മുൻ ക്രിക്കറ്റ് താരങ്ങളും രംഗത്തെത്തി. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന 5ാമത്തെ അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇന്ത്യ ശ്രീലങ്ക ഏകദിനം. മുൻ മത്സരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാണികൾ പാടെ കുറവ്. ആകെ 40,000-ഓളം സീറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ വിറ്റുപോയത് 10,000-ൽ താഴെ ടിക്കറ്റുകൾ മാത്രം. കാണികൾ കുറഞ്ഞതിനെക്കുറിച്ച് ക്രിക്കറ്റ് പ്രേമികൾ തന്നെ പറയുന്നത് ഇങ്ങനെ: ടിക്കറ്റിന്റെ റേറ്റ് തന്നെയാണ് ഒരു മെയിൻ പ്രശ്നം. പിന്നെ വേറെ സ്റ്റേറ്റുകളിലൊന്നും എന്റർടൈൻമെന്റ് ടാക്സ് ഇല്ല. ഉറപ്പായിട്ടുണ്ട്. കാര്യം 2021 വേൾഡ് കപ്പ് നമ്മൾ ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. ഇന്ത്യയിൽ മിക്കവാറും വേദിയാവേണ്ട സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്ന കാരണം ചിലപ്പോൾ ആ വേദി പോലും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ടിക്കറ്റിനുമേൽ വിനോദ നികുതി കുത്തനെ ഉയർത്തിയപ്പോൾ ടിക്കറ്റ് വില വർദ്ധിച്ചതാണ് തിരിച്ചടിയായതെന്ന് KCA തന്നെ വിലയിരുത്തുന്നു. വിനോദ നികുതി കുറയ്ക്കില്ലെന്നും പട്ടിണി കിടക്കുന്നവർ കളി കാണേണ്ടതില്ലെന്നുമുള്ള കായിക മന്ത്രിയുടെ വിവാദ പ്രസ്താവനയും തിരിച്ചടിയായി. അദ്ദേഹത്തിന്റെ പ്രസ്താവനയോടനുബന്ധിച്ച് ബോയ്ക്കോട്ട് ദ ഗെയിം ക്യാമ്പയിൻ എടുത്തു. അങ്ങനെ ഒരു ക്യാമ്പയിൻ എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കോമൺ മാനോ അല്ലെങ്കിൽ താഴത്തെ ലെവലിലുള്ള ആളുകൾക്ക് അത് ഹേർട്ട് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പ്ലസ് ഞാൻ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും ഉണ്ടാവും. അദ്ദേഹം അത് വിശദീകരണം നൽകിയല്ലോ. അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്തുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹം വിശദീകരിച്ചു കഴിഞ്ഞാലല്ലോ. ഞായറാഴ്ച ആയിരുന്നിട്ട് കൂടി ടിക്കറ്റ് വിറ്റഴിയാതിരുന്നതിൽ അസോസിയേഷനിൽ സമ്മർദ്ദമുണ്ടാക്കിയിട്ടുണ്ട്. ഇതോടെ ഇനി വരാനിരിക്കുന്ന ലോകകപ്പ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മത്സരങ്ങൾക്ക് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പരിഗണിക്കുന്നതിൽ പുനരാലോചന ഉണ്ടാകുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഒഴിഞ്ഞ ഗാലറിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് മുൻ ക്രിക്കറ്റ് താരങ്ങളും രംഗത്തെത്തി. ഏകദിന ക്രിക്കറ്റ് അവസാനിക്കുകയാണോ എന്ന ആശങ്കയുണ്ടെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗ് ട്വിറ്ററിലൂടെ പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ MP-യുടെ ഒരു പ്രതികരണം കൂടി ഇന്ന് വന്നു. ആ പ്രതികരണത്തിലേക്ക് പോകാം. ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ സമ്മാനിച്ച കാര്യവട്ടത്തെ മത്സരം കാണാൻ സ്റ്റേഡിയത്തിൽ എത്താത്തവർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായതെന്നാണ് ശശി തരൂർ MP പറഞ്ഞത്. മത്സരം ഒഴിവാക്കിയവർ കാണിച്ചത് വിവരക്കേടാണെന്നും ശശി തരൂർ പ്രതികരിച്ചു. മന്ത്രിയും കേരള ക്രിക്കറ്റ് അസോസിയേഷനും
ഈ സ്റ്റേഡിയവും ക്രിക്കറ്റ് കാണികളിനെ കുറിച്ച് ഒരു ബന്ധമില്ലാത്തൊരിതാണ്. അഥവാ നമ്മൾ വരാതിരുന്നാൽ BCCI ഇത് കണ്ടിട്ട് അപ്പോൾ തിരുവനന്തപുരത്തേക്ക് മാച്ച് കൊടുക്കണ്ടെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ മന്ത്രി എന്ത് പറഞ്ഞാലും നമ്മൾക്ക് ക്രിക്കറ്റ് താല്പര്യമുള്ള വ്യക്തികൾ വരായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നഷ്ടം ശരിക്കും മിനിസ്റ്ററിന് ഒരു നഷ്ടമില്ല, മിനിസ്റ്ററിൻ്റെ ഉത്തരവാദിത്തമല്ല ഇത്. BCCI വേറെ ഒരു ബോഡിയാണ്, KCA കേരള ക്രിക്കറ്റ് വേറൊരു ബോഡിയാണ്. അപ്പോൾ നഷ്ടം ശരിക്കും ക്രിക്കറ്റ് താല്പര്യം ക്രിക്കറ്റ് പ്രേമികൾക്കാണ് ഈ നഷ്ടം. ആലപ്പുഴ CPM-ലേക്കാണല്ലേ? കുറേ ദിവസങ്ങളായി അവിടെ വലിയ വിവാദമുണ്ട്, പാർട്ടിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. ആലപ്പുഴയിലെ നഗ്ന ദൃശ്യ വിവാദത്തിൽ പരാതി പോലീസിന് കൈമാറാതെ CPIM ക്രിമിനൽ കുറ്റമായിട്ടും പാർട്ടി നടപടി മാത്രമായി ഒതുക്കി തീർക്കാനാണ് ശ്രമം. ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി നിലപാട് മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി 24-നോട് പ്രതികരിച്ചത്. പരാതിക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് ആലപ്പുഴ സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AD ജയന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിൽ പാർട്ടി ഒറ്റക്കെട്ടെന്നും വിഭാഗീയത മാധ്യമ സൃഷ്ടിയാണെന്നും CPIM ജില്ലാ സെക്രട്ടറി R നാസർ വിമർശിച്ചു. പാർട്ടി സഹപ്രവർത്തകരടക്കം 30ഓളം സ്ത്രീകളുടെ നഗ്നദൃശ്യം പകർത്തി സൂക്ഷിച്ചതിന് ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയെങ്കിലും പരാതി CPIM പോലീസിന് കൈമാറിയിട്ടില്ല. പരാതി നൽകേണ്ടത് പാർട്ടിയല്ല, പരാതിക്കാർ തന്നെയെന്നാണ് CPIM ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം. പാർട്ടിക്കുറപ്പുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയണമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി 24-നോട് പ്രതികരിച്ചു. തെറ്റായ എന്തെങ്കിലും പ്രവർത്തനം വ്യക്തിപരമായി ആരെങ്കിലും പാർട്ടിക്ക് നിരക്കാത്ത വിധത്തിൽ അവരുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് സൂക്ഷിക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ചിത്രങ്ങൾ സൂക്ഷിച്ചെങ്കിൽ അതിന് തെളിവുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കും. അതിന് ഒരു നിമിഷം പോലും പാർട്ടി മടിച്ചു നിൽക്കില്ല. AP സോണയ്ക്കെതിരെ പാർട്ടിയിൽ പരാതി നൽകിയവരെ ഭീഷണിപ്പെടുത്തിയതിന് സൗത്ത് ഏരിയ കമ്മിറ്റി അംഗം AD ജയന് ജില്ലാ സെക്രട്ടേറിയറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പാർട്ടി പുറത്താക്കിയ സോണയ്ക്ക് ഇയാൾ നവമാധ്യമത്തിലൂടെ പരസ്യ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. വിശദീകരണം ലഭ്യമായ ശേഷം ജയനെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് സൂചന. വിഷ്ണു സുരേഷ് 24 ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ വരുന്ന മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. CPIM പ്രാദേശിക നേതാവുമായുള്ള തർക്കത്തിന് പിന്നാലെ കായംകുളം SIയെ സ്ഥലം മാറ്റിയ ഉത്തരവ് പിൻവലിച്ചു പോലീസ്. തർക്കത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിനെ തുടർന്നാണ് SIക്കെതിരെ നടപടിയെന്ന മാധ്യമ വാർത്തകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഉത്തരവ് മരവിപ്പിച്ചിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഥലം മാറ്റം ഇപ്പോൾ വേണ്ടെന്നാണ് തീരുമാനമെന്ന് കായംകുളം DYSP അറിയിച്ചു. വിഷ്ണു സുരേഷ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഈ സ്ഥലം മാറ്റ ഉത്തരവ് നേരത്തെ ഇറങ്ങിയതാണ് എന്ന തരത്തിലൊരു വിശദീകരണം പുറത്തു വന്നല്ലോ. പിന്നെ എന്തിനാണ് ഇത്തരത്തിൽ ഇതിപ്പോൾ മരവിപ്പിക്കുന്നത് വിഷ്ണു? ഉന്മേഷ, ഇന്ന് രാവിലെയാണ് കായംകുളം SI ശ്രീകുമാറും അതോടൊപ്പം തന്നെ കായംകുളം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി അംഗമായ അഷ്കറും തമ്മിലുള്ള വാക്കേറ്റത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാകുകയും ചെയ്തു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ SIയെ സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ്, അതിന്റെ ഒരു പകർപ്പും പുറത്തു വന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ വിശദീകരണം ഈ സംഭവവുമായി ഇതിന് ബന്ധമില്ല. ഒരാഴ്ച മുമ്പ് ഇത്തരത്തിലുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നു. അദ്ദേഹത്തെ ഹരിപ്പാട്ടേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു എന്നാണ് DYSP നൽകിയത്. പക്ഷേ പിന്നീട് DYSP പ്രതികരിച്ചത് ഇങ്ങനെയാണ്. നിലവിൽ ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു സംഭവം നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ SI ശ്രീകുമാറിനെ ഹരിപ്പാട്ടേക്ക് മാറ്റിയാൽ അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ടാകും എന്ന് പോലീസ് കരുതുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ സ്ഥലമാറ്റ നടപടി, ശ്രീകുമാറിന്റെ സ്ഥലമാറ്റ നടപടി താൽക്കാലികമായി മരവിപ്പിക്കുന്നത്. തൽക്കാലത്തേക്ക് അദ്ദേഹം കായംകുളം SI ആയി തുടരും എന്നുള്ളതാണ് നിലവിൽ നൽകുന്ന വിവരം. ഉന്മേഷ്. ശരി, വിഷ്ണു സുരേഷാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നും പ്രസ്താവനയുണ്ട്. പക്ഷേ ഇക്കുറി തെരഞ്ഞെടുപ്പിലെ ജാതി രാഷ്ട്രീയം സംബന്ധിച്ചാണ് അല്ലേ? ആ നിലയ്ക്കാണ് തരൂര് ഇന്ന് നടത്തിയ പ്രസ്താവന. എല്ലാ ദിവസവും അദ്ദേഹം വാർത്തകൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതെ, ഇന്ന് അദ്ദേഹം പറഞ്ഞത് സമൂഹത്തിൽ ജാതിബോധം വളർത്തിയത് രാഷ്ട്രീയക്കാരാണെന്നാണ്. ജാതിക്ക് രാഷ്ട്രീയത്തിൽ പ്രാധാന്യം ഏറെയാണ്. തൻ്റെ ഓഫീസ് ജീവനക്കാരിലേറെയും നായർ സമുദായത്തിലുള്ളവരാണ് എന്ന പരാതി ഉയർന്നതോടെ മറ്റ് സമുദായക്കാരെ തെരഞ്ഞെടുക്കേണ്ടി വന്നുവെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. ഒരു കൺസ്റ്റിറ്റ്യുവൻസിന്റെ അകത്ത് ഒരു ജാതി പ്രാധാന്യമുണ്ടെങ്കിൽ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി ആ ജാതിനെ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ കൂടി ആവശ്യമില്ല, ഒരു സബ്ലിമിനൽ മെസ്സേജ് പോയില്ലേ, നമ്മളുടെ ആളാണ്, ഇയാൾക്ക് വോട്ട് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു വഴിക്ക് കാസ്റ്റ് ബിക്കേം എൻ ഇൻസ്ട്രുമെന്റ് ഓഫ് പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ. എന്റെ ഓഫീസിലൊക്കെ നായന്മാരാണ്. ഞാൻ ഒരു സെക്കൻഡ് ഒരു വ്യക്തിയോട് ജാതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നായർ നേതാവ് പറഞ്ഞ അവരുടെ റെക്കമെൻഡേഷൻ കൊണ്ടല്ല എടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് മറ്റ് സമുദായത്തിലെ വ്യക്തികളെ നമ്മുടെ ഓഫീസ് ഉൾപ്പെടുത്തണം.
എന്നാൽ രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞ ശശി തരൂർ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ്. വിവാദങ്ങൾ മാറ്റിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യേണ്ടത്. കെ മുരളീധരൻ തന്നെ പരിഹസിച്ചു എന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക് കൂടി. ഏതായാലും ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാ വിവാദങ്ങളും മാറ്റിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് 365 ദിവസമേ ഉള്ളൂ. എല്ലാവരും, എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി ഒറ്റക്കെട്ടായി ഒരുമിച്ച് ഇന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നോട്ട് വരണം. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. പാറശാല താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളിൽ ഒരാൾ അറസ്റ്റിൽ. ആറയൂർ പുതുവൽ സ്വദേശി ഷിബിൻ രാജിനെയാണ് പാറശാല പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെയാണ് ആശുപത്രിയിലെ ഡ്രസ്സിംഗ് റൂമിനുള്ളിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹരികുമാർ നായരെ 3 പേർ ചേർന്ന് മർദ്ദിച്ചത്. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. പ്രതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതീഷ്. ഉന്മേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് പാറശാല താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹരികുമാരൻ നായർക്ക് മർദ്ദനമേൽക്കുന്നത്. ഈ ഹരികുമാരൻ നായർ ഈ ഡ്രസ്സിംഗ് റൂമിൽ ജോലി നോക്കുന്ന ആരോഗ്യ പ്രവർത്തകനാണ്. ഈ ഷിബിൻ രാജ് എന്ന് പറയുന്ന വ്യക്തി ഈ അമ്മയുമായി ഡ്രസ്സിംഗ് റൂമിൽ എത്തുകയും ഈ സമയത്ത് നഴ്സിംഗ് അസിസ്റ്റന്റ് ഈ മുറിയിൽ ഉണ്ടായിരുന്നില്ല. ഈ വൈകി എത്തിയെന്ന് ആരോപിച്ചാണ് ഷിബിൻ രാജും ഒപ്പം ഉണ്ടായിരുന്നവരും ചേർന്ന് ഹരികുമാരൻ നായരെ ക്രൂരമായി മർദ്ദിച്ചത്. തുടർന്ന് അവിടുത്തെ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എത്തുമ്പോഴേക്കും ഒരു ബൈക്കിൽ കയറി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് പാറശാല താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷിബിൻ രാജ് എന്ന് പറയുന്ന വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിലവിൽ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഈ ഹരികുമാരൻ നായർ, അതായത് നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിച്ചത് താൻ ഒറ്റയ്ക്കാണെന്ന ഒരു മൊഴിയാണ് ഇപ്പോൾ ഈ ഷിബിൻ രാജ് നൽകിയിരിക്കുന്നത്. എന്തായാലും മറ്റ് പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ ആരോഗ്യ പ്രവർത്തകരെ മർദ്ദിച്ച നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. അകാരണമായി മർദ്ദിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു സൂപ്രണ്ട് പാറശാല പോലീസിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പാറശാലയിൽ നിന്ന് തന്നെ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഉന്മേഷ്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ സിനിമാ താരം സുനിൽ സുഖതയുടെ കാറിന് നേരെ ആക്രമണം. കുഴിക്കാട്ടുശ്ശേരിയിൽ 2 ബൈക്കുകളിലായി എത്തിയ 4 പേർ കാർ ആക്രമിച്ചുവെന്നാണ് പരാതി. ആളൂർ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അക്രമികൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് സുനിൽ സുഗത 24നോട് പറഞ്ഞത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. അല്പസമയം മുൻപാണ് തൃശ്ശൂരിൽ നിന്ന് ഈ വാർത്ത പുറത്തു വരുന്നത്. മദ്യപിച്ച ഒരു സംഘമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വളരെ വേഗം എത്താം. കോട്ടയം സംക്രാന്തിയിൽ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് നഴ്സ് രശ്മി രാജ് മരിച്ച സംഭവത്തിൽ ഹോട്ടൽ ഉടമ അറസ്റ്റിൽ. കാസർഗോഡ് സ്വദേശി ലത്തീഫാണ് ഗാന്ധിനഗർ പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിന് സമീപം കമ്മനഹള്ളിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കേസിൽ നേരത്തെ ഒളിവിൽ പോയ ഹോട്ടലിലെ ചീഫ് കുക്ക് സിറാജുദ്ദീനെ പിടികൂടിയിരുന്നു. മനീഷ് മഹിവാലാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. മനീഷ്, ഈ കുറച്ച് ദിവസങ്ങളായി പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നുവല്ലോ. ഈ ബംഗളൂരുവിൽ നിന്ന് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിലേക്ക് എത്തിയത് പോലീസ്? മനീഷ്. ഉന്മേഷ്, രാസപരിശോധന കോട്ടയത്തെ മരണം അത് ഭക്ഷ്യവിഷബാധ എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്നാണ് കേസിൽ അറസ്റ്റുകൾ ഉണ്ടായത്. ആദ്യം ഹോട്ടലിലെ ചീഫ് കുക്ക് കൂടിയായിട്ടുള്ള സിറാജുദ്ദീനെ പോലീസ് കണ്ണൂർ ഒളിവിൽ കഴിയവേ കണ്ണൂർ വെച്ച് അയാളെ പിടികൂടി. പക്ഷേ കേസിൽ വലിയ ആക്ഷേപമുണ്ടായത് ഉടമകളെ പിടികൂടുന്നില്ലെന്നായിരുന്നു. ഈ ഹോട്ടലിന്, അതായത് ഈ സംക്രാന്തിയിലെ ദ പാർക്ക് മലപ്പുറം കുഴിമന്തി എന്ന ഹോട്ടലിന് 3 ഉടമകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു പാർട്ട്ണർ, ഒപ്പം തന്നെ ഏജന്റ്, ഒരു ലൈസൻസി, പിന്നെ മാനേജർ, അങ്ങനെ 3 പേരുടെ ഉടമസ്ഥയിലായിരുന്നു ഹോട്ടൽ. അതിൽ 2 പേരെ ഇപ്പോഴും പിടികൂടാൻ സാധിച്ചിട്ടില്ല. 2 പേരിൽ ഒരാളെ, അതായത് ലത്തീഫിനെയാണ് നിലവിൽ കർണാടകയ്ക്ക് സമീപം കുമ്മനഹള്ളിയിൽ നിന്നും പോലീസ് പിടികൂടിയിട്ടുള്ളത്. നേരത്തെ അറസ്റ്റായിട്ടുള്ള ചീഫ് കുക്ക് സിറാജുദ്ദീനെ 14 ദിവസത്തേക്ക് ഏറ്റുമാനൂർ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഇയാളെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നിലവിൽ ഗാന്ധിനഗർ പോലീസ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിലെ മറ്റ് ഉടമകളായിട്ടുള്ള മറ്റ് 2 പേർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഉന്മേഷ്, അനൂജ. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമുക്ക് പൂർണ്ണമായും വിവരങ്ങൾ നൽകാൻ കഴിയാതെ പോയ ആ വാർത്തയിലേക്കാണ്. ഇനി തൃശ്ശൂരിൽ സിനിമാ താരം സുനിൽ സുഗതയുടെ കാറിന് നേരെ ആക്രമണമുണ്ടായി. 2 ബൈക്കുകളിലായി എത്തിയ 4 പേർ ആക്രമിച്ചുവെന്നാണ് പരാതി. ആളൂർ പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അക്രമികൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് സുനിൽ സുഗത ഇപ്പോൾ വിശദീകരിക്കുന്നത്. ആ പ്രതികരണത്തിലേക്കാണ് ആദ്യം. ഇതില്ല, സംഭവം നടക്കുമ്പോൾ ഞാനുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു നാടകം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ അങ്ങോട്ട് പോവുമായിരുന്നു. അപ്പോൾ വഴിയിൽ നിന്ന് മദ്യപിച്ച് നിന്ന ആളുകൾ തന്നെയാണ്. അവരെന്തോ അങ്ങോട്ടും പറഞ്ഞ് യാതൊരു പ്രകോപനവും ഇല്ലാതെ വന്ന് ഇവരെ
കാറിൻ്റെ ചില്ല് പൊട്ടിച്ചു, ഒരു മർദ്ദിക്കും ചെയ്തു നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ അവരിപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് കേസാക്കിയിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഒരു പ്രകോപനവുമില്ലാതെ മദ്യലഹരിയിൽ ഉള്ളവർ വന്ന് ആക്രമിച്ചു എന്നതാണോ അദ്ദേഹം നൽകുന്ന വിശദീകരണം? അങ്ങനെ തന്നെയാണ് സുനിൽ സുഗത പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് സുനിൽ സുഗതയുടെ ഒരു വിശദീകരണം. എന്തായാലും സുനിൽ സുഗത ഈ കാറിൽ ഉണ്ടായിരുന്നില്ല. മാള കുഴിക്കാട്ടുശ്ശേരിയിൽ ഒരു നാടക റിഹേഴ്സൽ, സുനിൽ സുഗത ഉൾപ്പെട്ട നാടക സംഘത്തിന്റെ ഒരു നാടക റിഹേഴ്സൽ നടക്കുന്നുണ്ട്. കുഴിക്കാട്ടുശ്ശേരിയിൽ നാടകം അടുത്ത ദിവസം തന്നെ നടക്കാനിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സുനിൽ സുഗതയുടെ കാർ എടുത്ത്, ഈ നാടക പ്രവർത്തകർ തന്നെയാണ്, സുനിൽ സുഗതയുടെ സുഹൃത്തുക്കൾ കൂടിയാണ് അവർ. ഇവർ പോകുന്ന വഴിയിൽ വെച്ചാണ് വണ്ടിക്ക് വശം കൊടുത്തില്ല എന്ന പേര് പറഞ്ഞ് ആക്രമിച്ചതെന്നാണ് സുനിൽ സുഗതയും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളും പറഞ്ഞിട്ടുള്ളത്. കാറിന്റെ മുൻഗ്ലാസ് അടിച്ച് തകർത്തിട്ടുണ്ട്. ഒപ്പമുള്ള രണ്ടുപേർക്കും മർദ്ദനമേറ്റതായി പറയപ്പെടുന്നുണ്ട്. ഈ രണ്ടുപേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചൊരു വ്യക്തമായ രൂപം പോലീസിനും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ആക്രമിച്ചുവെന്ന് പറയുന്ന ചില യുവാക്കളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. ഈ സമയം സുനിൽ സുഗത എന്തായാലും കാറിൽ ഉണ്ടായിരുന്നില്ല. സുനിൽ സുഗതയുടെ സുഹൃത്തുക്കൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രൈം ടൈം ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകും. അതെ, കോട്ടയം KR നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർക്കെതിരായ വിദ്യാർത്ഥികളുടെ പരാതിയിൽ അന്വേഷണ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. 2 അംഗ സമിതി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയെന്നാണ് വിവരം. ഡയറക്ടർ ശങ്കർ മോഹനെതിരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പരാതികളിൽ കഴമ്പുണ്ടെന്ന കണ്ടെത്തൽ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഈ റിപ്പോർട്ടിൽ എന്താണ് ഉള്ളത്, അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നതിന് സൂചന നമുക്കുണ്ടോ? അനുജ, അടൂർ ഗോപാലകൃഷ്ണൻ ചെയർമാനും ശങ്കർ മോഹൻ ഡയറക്ടറുമായ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും പരാതികളുമാണ് ഇവിടെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ 2 അംഗ കമ്മീഷനെ നിയോഗിച്ചത്. മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ, ഒപ്പം മുൻ വൈസ് ചാൻസലർ NK ജയകുമാർ ഉൾപ്പെടുന്ന 2 അംഗ ഉന്നതതല കമ്മീഷനായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ പരിശോധിച്ചത്. ഈ പരാതികളിൽ ഈ ഡയറക്ടർ ശങ്കർ മോഹനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ഉയരുന്നത് ഈ ജാതീയ അധിക്ഷേപങ്ങൾ നടന്നു, വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും മാനസികമായി പീഡിപ്പിക്കുന്നു, സംവരണ സീറ്റുകൾ അട്ടിമറിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഇവിടെ വിദ്യാർത്ഥികൾ പ്രധാനമായും പരാതികൾ ഉന്നയിച്ചതും അതൊരു സമരത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായത്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന പരാതികൾ പലതും ശരിവയ്ക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് 2 അംഗ കമ്മീഷൻ കൈമാറിയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും ഈ സംവരണ നിയമങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് ഈ ദളിത് വിദ്യാർത്ഥിക്ക് ഉൾപ്പെടെ സീറ്റ് നിഷേധിച്ച ഒരു സാഹചര്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഡയറക്ടർ ശങ്കർ മോഹൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്ന ഒന്ന്. മാത്രമല്ല ഇവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വിഷയത്തിൽ വിശദീകരിക്കുന്ന ഒരു നടപടി LBS ആണ് ഇവിടെ പ്രവേശന നടപടികൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സ്ഥാപനത്തിന് മറ്റ് ബാധ്യതകളില്ലെന്ന ഒരു നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്വീകരിച്ചത്. എന്നാൽ ഒരു ഡയറക്ടർ കൂടിയായ ശങ്കർ മോഹൻ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ള ഒരു നിരീക്ഷണം എന്തായാലും ഈ സമിതി നടത്തിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഈ ജാതീയ അധിക്ഷേപം ഉണ്ടായിട്ടുണ്ട്, വിദ്യാർത്ഥികളെയും ഒപ്പം അവിടെയുള്ള വനിതാ ജീവനക്കാരെ അടക്കം അമിത ജോലിഭാരം അടിച്ചേൽപ്പിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്ന പരാതികളിലും വ്യക്തമായിട്ടുള്ള കണ്ടെത്തലുകൾ അടങ്ങിയ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ 2 അംഗ സമിതി മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ഒരാഴ്ചക്കകം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളൊരു ഇടപെടൽ ഉണ്ടാകും. എന്ത് നടപടി സ്വീകരിക്കും സർക്കാർ എന്നുള്ളത് തന്നെയാണ് ഇനി നിർണായകമാകാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായും. ഏതായാലും പരാതിയിൽ കഴമ്പുണ്ടെന്നുള്ള സൂചന റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വയനാട്ടിൽ കടുവാ ഭീതിയുണ്ട്. ഒരിടത്തൊഴിയുമ്പോൾ അടുത്തിടത്ത് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതെ, പാലക്കാട് കാട്ടാനയുടെ ഭീതി അതും തുടരുകയാണ്. തീർച്ചയായും. നമ്മൾ ആ റിപ്പോർട്ടുകളിലേക്കാണ് ഇനി പോകുന്നത്. ആദ്യം പോകുന്നത് വയനാട്ടിലേക്കാണ്. കടുവാപ്പേടി ഒഴിയാതെ. മണിയൻ കുന്നിലാണ് വീണ്ടും കടുവാപ്പേടി. ഇന്നലെ പശുവിനെ ആക്രമിച്ചു കൊന്ന കടുവ ഇന്നും ജനവാസ മേഖലയിൽ എത്തി. കടുവയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ വനം വകുപ്പ് വൈകിപ്പിക്കുന്നു എന്നാണ് ആക്ഷേപം. മണിയൻകുന്ന് ദിവാകരന്റെ പശുക്കിടാവിനെ ഇന്നലെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. പ്രതിഷേധമുയർന്നതോടെ വനംവകുപ്പ് സംഘം പ്രദേശത്ത് കാവലേർപ്പെടുത്തി.
അവശേഷിക്കുന്ന മാംസം ഭക്ഷിക്കാൻ കടുവ വീണ്ടും ജനവാസ മേഖലയിലെത്തി. ഞാൻ നോക്കി നിൽക്കുകയാണ് കടുവ പിടിച്ചത്. എന്നിട്ട് കടുവയല്ല പുള്ളിപ്പുലിയാണെന്ന് അവർ പറഞ്ഞു. ഇന്നിപ്പോൾ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. എന്നിട്ട് അതിൻ്റെ നഷ്ടപരിഹാരമോ എന്തെങ്കിലും ഒരു കാര്യം അതിനെപ്പറ്റി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയെടുത്ത് പായാണ് ഓടുന്നുണ്ട്. വീണ്ടും അത് രാത്രി വലിച്ചുകൊണ്ടേ കാട്ട് കയറ്റിയിട്ട് അതിൻ്റെ തൊടേൻ്റെ ഭാഗം കുറേ ഭാഗം തിന്നു. ഇന്നിപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഇപ്പുറത്ത് കയറി ഇപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ചു കയറി. കൂട് സ്ഥാപിക്കുന്നതിൽ അവ്യക്തത തുടരുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. എന്നാൽ ഇന്ന് തന്നെ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് ജനപ്രതിനിധികൾ നൽകുന്ന ഉറപ്പ്. കൂട് വെക്കാൻ എന്തായാലും ഇന്ന് 4 മണിയോടുകൂടി ചെയ്യുന്നതാണ് നമുക്ക് ഉറപ്പ് കിട്ടിയിട്ടുള്ളത്. സാധനം എങ്ങോട്ടും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. രാവിലെ കാണുകയും ചെയ്തു. രാവിലെ 7-7:30 ഇവിടെ എത്തിയപ്പോൾ സംഗതി ഇവിടെ തന്നെ ഉണ്ട്. പ്രദേശത്ത് ഫെൻസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ നേരത്തെ നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് നടപടിയുണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. വനം വകുപ്പിന്റെയും പോലീസിന്റെയും കാവലിലാണ് മണിയംകുന്ന് പ്രദേശം. ഭീതിക്ക് എന്നാണ് അറുതിയുണ്ടാവുക? ക്യാമറമാൻ വിജിത്തൂർ കടവിനൊപ്പം ദീപക് മലയമ്മ, 24 വയനാട്. ഉന്മേഷ്, ഈ ഭീതിക്ക് അറുതി ഉണ്ടായേ മതിയാകൂ. ഇതിൽ സർക്കാർ ചില നടപടികളിലേക്കൊക്കെ കടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്, അല്ലേ? വനമന്ത്രി അത് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വന്യജീവികളുടെ പ്രജനന നിയന്ത്രണത്തിനുള്ള നടപടികൾക്ക് സാധ്യത തേടുകയാണ് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതിയിലേക്ക് സർക്കാർ പോകുന്നുവെന്നാണ് ഇപ്പോൾ വനമന്ത്രി വ്യക്തമാക്കുന്നത്. ഹർജി നൽകാൻ നിയമോപദേശം തേടിയെന്നാണ് AK ശശീന്ദ്രൻ പറഞ്ഞത്. വയനാട്ടിൽ നാളെ സർവകക്ഷി യോഗം ചേരാനും തീരുമാനമായി. വനങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം വന്യമൃഗങ്ങൾ ഉള്ളതാണ് വന്യജീവി ശല്യം രൂക്ഷമാകാൻ കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് വന്യജീവികളുടെ ജനന നിയന്ത്രണ സാധ്യത സർക്കാർ ആലോചിക്കുന്നത്. അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. മുമ്പോട്ട് പോകാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവർ അധികം വൈകാതെ തന്നെ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ എന്തെങ്കിലും പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ, സാധ്യതയുണ്ടെങ്കിൽ ആ നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകും. വന്യമൃഗശല്യത്തെക്കുറിച്ച് പഠിക്കാൻ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി. കടുവാശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നാളെ രാവിലെ വയനാട്ടിൽ സർവകക്ഷി യോഗം ചേരും. നാളെ രാവിലെ 9:30 മണിക്ക് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ നിന്നും എന്തെങ്കിലും ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി ചെയ്യേണ്ട നിർദ്ദേശങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് വന്നാൽ ആ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. RRT സംഘത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത പ്രശ്നം പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. 24 കോഴിക്കോട്. പാലക്കാട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാട്ടാന ഭീതിയാണത്. ധോണിയിലാണ് ഇന്നലെ അർദ്ധരാത്രിയിലും ഇന്ന് പുലർച്ചെയും മേഖലയിൽ ആന ഇറങ്ങുകയുണ്ടായി. ധോണി കുന്നത്തുകളത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി നെൽകൃഷി നശിപ്പിച്ചു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് മലമ്പുഴ, അകത്തേത്തറ, മുണ്ടൂർ, പുതുപ്പരിയാരം പഞ്ചായത്തുകളിൽ ചൊവ്വാഴ്ച BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ രാത്രി 5ഓളം കാട്ടാനകളാണ് ധോണി മേഖലയിൽ ഇറങ്ങിയത്. പുലർച്ചെ ധോണി വയലിലും കുന്നത്തുകളത്തിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ PT7 കൂട്ടരും ജനവാസ മേഖലയിലേക്ക് എത്താൻ തുടങ്ങിയതോടെ വലിയ ആശങ്കയിലാണ് ധോണി നിവാസികൾ. ഇപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മിനിഞ്ഞാന്നും ഇപ്പോൾ തോട്ടത്തിൽ, ഇവിടെ തൊട്ട് തന്നെ തോട്ടം, ആ തോട്ടത്തിൽ വന്നപ്പോഴും ഇപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞ് അവർ വന്ന് അവർ ഓടിക്കുക ചെയ്തത്. അതുപോലെ തന്നെ ആന മാത്രമൊന്നും അല്ല, മലമ്പാമ്പും ഭയങ്കര ഭീഷണി തന്നെയാണ്. പ്രദേശത്തെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാനാകാത്തതിൽ പ്രതിഷേധിച്ച് മലമ്പുഴ, അകത്തേത്തറ, മുണ്ടൂർ, പുതുപ്പരിയാരം പഞ്ചായത്തുകളിൽ ചൊവ്വാഴ്ച BJP ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. 24 പാലക്കാട്. നമ്മളിനി പോകുന്നത് ജോഷിമഠിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ്. അവിടെ ഏതായാലും കൂടുതൽ സ്ഥലങ്ങളിൽ ഈ വിള്ളൽ കാണുന്നു, വിള്ളൽ വലുതാകുന്നു എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ടല്ലേ? ജോഷിമഠിൽ മാത്രമല്ല, ഹിമാചൽ പ്രദേശിലും പലയിടങ്ങളിലും ഇത്തരത്തിലേക്കുള്ള പ്രതിഭാസം ഉണ്ട് എന്നത് കൂടുതൽ ആശങ്ക നൽകുന്നതാണ്. വേദനയാകുന്ന വിള്ളൽ. ജോഷിമഠിലെ പ്രതിസന്ധി അതീവ രൂക്ഷമായി തുടരുന്നു. സിംഗ്ദർ ഗ്രാമത്തിൽ കെട്ടിടങ്ങളിൽ പുതിയ വിള്ളലുകൾ കണ്ടെത്തി. ഭൗമ പ്രതിഭാസത്തിന്റെ കാരണങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ട് ഒരാഴ്ചക്കകം തയ്യാറാക്കും എന്നാണ് മന്ത്രി ധൻസിംഗ് റാവത്ത് 24നോട് പറഞ്ഞത്. ഹിമാചൽ പ്രദേശിലും ഇതിനിടെ കെട്ടിടങ്ങളിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ജോഷിമഠിൽ നിന്ന് തത്സമയം ഇപ്പോൾ ചേരുന്നുണ്ട്. ബൽറാം, ഈ ചിലയിടങ്ങളിൽ വിള്ളൽ വലുതാകുന്നുണ്ട്, അത് ആശങ്ക ഒട്ടും കുറയ്ക്കുന്നില്ല. എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ബൽറാം?
ഉന്മേഷ്, അനുജ, ഈ ജോഷിമഠിലെ ആശങ്ക അനുനിമിഷം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. സർക്കാർ പുതിയ വിള്ളലുകൾ ഉണ്ടാകുന്നില്ല എന്ന് തുടർച്ചയായി അവകാശപ്പെടുമ്പോഴും ജനങ്ങൾ കൃത്യമായി ഈ പുതിയ വിള്ളലുകൾ കാണിച്ചു തരുന്നുണ്ട്. കെട്ടിടങ്ങളിൽ പുതിയ വിള്ളലുകൾ രൂപപ്പെടുന്നു. നേരത്തെ ഉണ്ടായിരുന്ന നേരിയ വിള്ളലുകൾ വലുതായി 1 ഇഞ്ചോ അതിൽ കൂടുതലോ വലിപ്പമുള്ള വിള്ളലുകളായി മാറുന്നു. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ താഴ്വര വിജനമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ അത്യാവശ്യമായി അടിയന്തരമായി സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ നിൽക്കേണ്ടി വരുന്നവർ മാത്രമാണ് ഇപ്പോൾ ഈ താഴ്വരയിൽ അവശേഷിച്ചിരിക്കുന്നത്. ബാക്കി ജനങ്ങളെല്ലാം ഭീതിയെ തുടർന്ന് കുന്നിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഭൂരിഭാഗം പേരും. ബാക്കിയുള്ളവർ വീട് കേടുപാടുകൾ സംഭവിച്ചവർ ക്യാമ്പുകളിലേക്കോ മറ്റു ഹോട്ടലുകളിലേക്കോ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോഴുള്ളത് പൊളിക്കുന്ന 2 ഹോട്ടലുകൾ, അപകടാവസ്ഥയിലുള്ള പൊളിക്കുന്ന ഹോട്ടലുകൾ മലരി ഇൻ, മൗണ്ടൻ വ്യൂ എന്നിവയുടെ മുന്നിലാണ്. ഈ ഹോട്ടൽ പൊളിക്കാൻ ആരംഭിച്ച 4 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കൂട്ടം നമുക്ക് കണ്ടതാണ്. വലിയ ആൾക്കൂട്ടം തന്നെ ഇത് കാണുന്നതിനായി 100-ലേറെ പേർ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ നഗരം എന്നുള്ളത് ഏതാണ്ട് ശൂന്യമായി കഴിഞ്ഞിരിക്കുന്നു. കടയുടമകൾ, അതും പുതിയ സ്റ്റോക്ക് കടയുടമകൾ എടുക്കാത്ത സാഹചര്യമുണ്ട്. ആളുകൾ മുഴുവൻ പോയി കഴിഞ്ഞതിനാൽ തന്നെ കൂടുതൽ സാധനങ്ങൾ എത്തിച്ചതുകൊണ്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് കൂടാതെ പോലീസും പൊളിക്കലിനും സർവേ നടപടികൾക്കുമായുള്ള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരും മാത്രം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഈ നഗരത്തിന്റെ കേന്ദ്രത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാം. ഏതാണ്ട് ഒഴിഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് പോലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഈ നഗരത്തിൽ ഈ സമയത്ത് അവശേഷിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പേരും രക്ഷാപ്രവർത്തനത്തിന് എത്തിയ സംഘത്തിലുള്ളവരോ അടക്കമുള്ളവരാണ്. എന്തായാലും സർക്കാർ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ രക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിച്ചവർക്കുള്ള മറ്റ് സഹായം എത്തിക്കൽ, മരുന്ന്, കമ്പിളി അടക്കമുള്ളവ എത്തിക്കാനുള്ള നടപടികളാണ്. ഈ ക്യാമ്പുകളിൽ നിന്നും പരാതി ഉയർന്നാൽ അത് സർക്കാരിനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ഒഴിവാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്. മറ്റ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ സർക്കാരും നിസ്സഹായരായ അവസ്ഥയാണ്. സർക്കാർ കെട്ടിടങ്ങൾ അടക്കം വിള്ളലുകൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒഴിപ്പിക്കേണ്ടവരെ എവിടേക്ക് കൊണ്ടുപോകും എന്നൊരു ആശങ്ക വലിയ വെല്ലുവിളിയായി സർക്കാരിന് മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. അടക്കം വിള്ളലുകൾ വീഴുന്ന ഒരു സാഹചര്യം. ഹിമാചൽ പ്രദേശിലും ഇത്തരത്തിൽ കെട്ടിടങ്ങളിൽ വിള്ളലുണ്ട് എന്നത് കണ്ടെത്തിയിരിക്കുന്നത്, അതിന്റെ വിവരങ്ങൾ കൂടി. തീർച്ചയായും അനുജ, ഇത് വലിയ ആശങ്ക പടർത്തുന്നത് തന്നെയാണ്. മറ്റൊരു ഹിമാലയൻ സംസ്ഥാനമായ ഹിമാചൽ പ്രദേശിലും സമാനമായ രീതിയിൽ വിള്ളലുകൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിലാണ് ഇത്തരത്തിൽ വിള്ളലുകൾ കണ്ടെത്തിയത്. മണ്ഡി ജില്ല എന്നുള്ളത് ഈ താഴ്ന്ന ഒരു പ്രദേശമാണ്. താരതമ്യേന കുന്നിൻ ചെരിവ് എന്ന് പറയാൻ കഴിയാത്ത ഒരു പ്രദേശമാണ്. കൂടാതെ ഈ ഹിമാചൽ പ്രദേശിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ഒരു ഇടത്താവളം, ഒരു വഴി കൂടിയാണ്. ഇവിടെയാണ് 3 ഗ്രാമങ്ങളിലായി വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. 32ഓളം വീടുകളിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. വലിയ ആശങ്ക തന്നെ അത് ജനങ്ങളിൽ പടർത്തിയിട്ടുണ്ട്. ഇതിലേക്ക് പഠന സംഘം ഉൾപ്പെടെ അവിടേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അത്തരത്തിലുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇവിടെയുള്ള ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലെത്തിയ പഠന സംഘങ്ങളിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ സാഹചര്യം കൂടി പരിശോധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഉത്തരാഖണ്ഡിൽ തന്നെ ഇപ്പോൾ നിരവധി വീടുകളിൽ അടക്കം പരിശോധന നടക്കേണ്ടതുണ്ട്. 8 സംഘങ്ങൾ, വിദഗ്ധ സംഘങ്ങൾ ഇപ്പോൾ പല വീടുകളിലും കെട്ടിടങ്ങളിലും പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടായതെന്നതിന്റെ കാരണം വ്യക്തമാകും എന്നാണ് അറിയുന്നത്. ജനങ്ങൾ ഇപ്പോഴും NTPCയുടെ തുരങ്ക നിർമ്മാണം തന്നെയാണ് ഇതിന്റെ കാരണം എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. പോസ്റ്ററുകൾ പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു. തുടർച്ചയായി സമീപ സംസ്ഥാനത്ത് പോലും ഇത്തരത്തിൽ ഉണ്ടാകുന്നത് ഇവിടെയുള്ള ജനങ്ങളിൽ വലിയ ആശങ്ക തന്നെ പടർത്തിയിട്ടുണ്ട്. അനുജ, ശരി. ബൽറാം നെടുങ്ങാടിയാണ് ജോഷിമഠിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. തമിഴ്നാട് ശ്രീപെരുമ്പത്തൂരിൽ പീഡനക്കേസ് പ്രതികൾക്ക് നേരെ പോലീസിന്റെ വെടിവെപ്പ്. പോലീസിനെതിരെ നിറയൊഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പോലീസ് സംഘം വെടിവെച്ചത്. കാലുകൾക്ക് പരുക്കേറ്റ 2 പ്രതികളെയും ചെന്നൈയിലെ സ്റ്റാൻലി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 11-നുണ്ടായ പീഡനക്കേസുമായി ബന്ധപ്പെട്ടാണ് ഗുമ്മിടിപ്പുണ്ടി സ്വദേശികളായ നാഗരാജും പ്രകാശും അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെയാണ് പ്രതികൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ബൈക്കിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് പ്രതികൾ പോലീസിന് നേരെ നിറയൊഴിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് തിരിച്ചു വെടിവെച്ചു. കാലിന് പരിക്കേറ്റ ഇരുവരെയും കാഞ്ചീപുരം ആശുപത്രിയിലും പിന്നീട് ചെന്നൈയിലെ ആശുപത്രിയിലേക്കും എത്തിച്ചു.
സിപ്കോട്ട് വ്യവസായ പാർക്കിലെ സ്വകാര്യ കമ്പനി ജീവനക്കാരിയെ പീഡിപ്പിച്ച കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പോലീസുകാരാണെന്ന വ്യാജേന സമീപിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. തമിഴ്നാട് പോലീസ് സജ്ജീകരിച്ച കാവലൻ ആപ്ലിക്കേഷൻ വഴിയാണ് പെൺകുട്ടി പരാതി നൽകിയത്. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. ഇവർക്കെതിരെ വേറെയും കേസുകളുണ്ടെന്നും പോലീസ് എന്ന വ്യാജേന നടത്തിയ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുമെന്നും കാഞ്ചീപുരം പോലീസ് സൂപ്രണ്ട് സുധാകരൻ അറിയിച്ചു. 24 ചെന്നൈ. തമിഴ്നാട്ടിൽ ഉന്മേഷ്, കാഞ്ചീപുരത്ത് തന്നെ സമാനമായ മറ്റൊരു സംഭവം നടക്കുകയുണ്ടായി. മലയാളി പെൺകുട്ടിക്കാണ് ഇവിടെ ക്രൂര പീഡനം ഏൽക്കേണ്ടി വന്നത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം തട്ടിക്കൊണ്ടുപോയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. ഈ കേസിൽ 6 പേരെ പോലീസ് ഇതിനോടകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ പ്രതികൾക്ക് കാലിനും കൈക്കും പരിക്കേറ്റു. ആളൊഴിഞ്ഞ മേഖലയിൽ കോളേജ് വിദ്യാർത്ഥികളായ സുഹൃത്തുക്കൾ സംസാരിച്ചു നിൽക്കവെയാണ് 6 പേർ ഇരുചക്രവാഹനത്തിലെത്തി ആക്രമിച്ചത്. കത്തികാട്ടി ഭീഷണിപ്പെടുത്തി സുഹൃത്തിനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടിയും സുഹൃത്തും വീട്ടിലെത്തി രക്ഷിതാക്കളെ വിവരമറിയിച്ചു. തുടർന്നാണ് കാഞ്ചീപുരം പോലീസിൽ പരാതി നൽകിയത്. മൊബൈൽ ഫോൺ സിഗ്നലുകളും CCTV ദൃശ്യങ്ങളും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് 6 പേരെ പോലീസ് പിടികൂടിയത്. കാഞ്ചീപുരം സെവിലിമേട് വിപ്പേട് സ്വദേശികളായ മണികണ്ഠൻ, വിമൽ, ശിവകുമാർ, തെന്നരശ്, വിഘ്നേഷ്, തമിഴരശൻ എന്നിവരാണ് പിടിയിലായത്. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പരിക്കേറ്റ ഇവരെ കാഞ്ചീപുരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 15ഓളം പേരെ സമാന രീതിയിൽ കൂട്ടബലാത്സംഗം ചെയ്ത സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു. പീഡനത്തിനു ശേഷം യുവതികളിൽ നിന്ന് പണവും സ്വർണവും മൊബൈൽ ഫോണുകളും തട്ടിയെടുക്കുന്നതാണ് സംഘത്തിൻ്റെ പതിവ്. സെവിലിമേഡിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ചാണ് പ്രതികൾ എല്ലാ കുറ്റകൃത്യങ്ങളും നടത്തിയിട്ടുള്ളതെന്നും പോലീസ് പറഞ്ഞു. 24 ചെന്നൈ. തിരികെ മറ്റു വാർത്തകളിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ടതൊന്ന് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുമെന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണല്ലേ? അതെ, ആരാധനയുമായി ബന്ധപ്പെട്ട തർക്കം അത് അവസാനിക്കുന്നില്ല. തീർച്ചയായും. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തന്നെ തുടരും എന്നാണിപ്പോൾ അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വാസ പ്രഖ്യാപന റാലിയിലാണ് വിമത വിഭാഗം നിലപാട് വ്യക്തമാക്കിയത്. നീതി നിഷേധിച്ചാൽ നിയമം ലംഘിക്കേണ്ടി വരുമെന്ന് ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പറഞ്ഞു. വിനീത വിജിയാണ് കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. വിനീത, ഇത് ഇങ്ങനെ തുടരുകയാണല്ലോ ഈ തർക്കം. ഇന്നെന്താണ് ഈ പ്രഖ്യാപനം വിനീത? തീർച്ചയായും ഇന്ന് നടന്ന വിശ്വാസ പ്രഖ്യാപന റാലിയിലാണ് ഇത്തരത്തിലേക്കുള്ള ഒരു നിലപാട് വിമത വിഭാഗം വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സിനഡ് ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ ബസിലിക്കയിൽ ഒരു തരത്തിലും ജനാഭിമുഖ കുർബാന അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു സിനഡിന്റെ തീരുമാനം. എന്നാൽ ഈ തീരുമാനം ലംഘിക്കുമെന്നാണ് ഇന്ന് ചേർന്ന ഈ സംരക്ഷണ സമിതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും പറയുന്നത്, ഞങ്ങൾ ഈ വർഷം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളായി ഞങ്ങൾ പിന്തുടർന്ന് വന്നിരുന്നത് ജനാഭിമുഖ കുർബാന തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരും പ്രാർത്ഥനാ സമയങ്ങളിലുമൊക്കെ ഈ ജനാഭിമുഖ കുർബാന നടപ്പാക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിലൂടെ മാത്രമേ തങ്ങൾക്ക് ഇനി നീതി ലഭിക്കുകയുള്ളൂ എന്നും അവർ പറയുകയാണ്. ഈ നീതി നിഷേധിക്കുകയാണ് എങ്കിൽ നിയമം ഉൾപ്പെടെ ലംഘിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്നും അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനഡിന്റെ ആ തീരുമാനങ്ങളെ തങ്ങൾ ലംഘിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേക്കടക്കം പള്ളിയിൽ നടന്ന സംഭവങ്ങളിൽ അത് വലിയ രീതിയിൽ ഹൃദയവേദന ഉണ്ടാക്കിയെന്നും അവർ പറയുകയാണ്. കത്തോലിക്കക്കാർ തന്നെയാണ് ഈ അതിരൂപതയിൽ കയറുകയും ഇത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വലിയ പാപമാണെന്നും പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഈ ജനാഭിമുഖ കുർബാന വേണമെന്ന നിലപാടിൽ തന്നെയാണ് തങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. അതിലൂടെ മാത്രമേ തങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നൊരു ഉറച്ച നിലപാടിലേക്ക് അവർ എത്തിയിരിക്കുകയാണ്. വിവിധയിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ വലിയ രീതിയിൽ മറൈൻ ഡ്രൈവിൽ അവർ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒത്തുചേരുകയും അവരുടെ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വേദിയിലാണ് ഇത്തരത്തിലേക്ക് സിനഡിന്റെ തീരുമാനങ്ങളെ ലംഘിക്കുമെന്നടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് ഈ സംരക്ഷണ സമിതി എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി എന്ത് തന്നെയായാലും ഈ വിമത വിഭാഗവും അതോടൊപ്പം തന്നെ ഔദ്യോഗിക പക്ഷവും തമ്മിലുള്ള തർക്കങ്ങൾ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ നേപ്പാൾ വിമാന അപകടവുമായി ബന്ധപ്പെട്ടൊരു പുതിയ വാർത്ത വരുന്നത് ഉന്മേഷ്. ഇതിൽ 3 പേർ മരണമടഞ്ഞത് കേരളത്തിൽ നിന്നെത്തിയ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് തിരിച്ചു പോകവെയാണ്. നേപ്പാൾ സ്വദേശികളാണ് എന്നതാണ്. ഇതിൽ സംഘത്തിൽ 5 പേരാണ് ഉണ്ടായിരുന്നത്. നേപ്പാളിൽ സുവിശേഷകനായിരുന്ന ആനിക്കാട് നൂറോൻമാവ് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിലായി പത്തനംതിട്ടയിൽ എത്തിയതാണ് അവർ വെള്ളിയാഴ്ച. അതിനുശേഷം മടങ്ങിപ്പോകവേ 2 പേർ കാഠ്മണ്ഡുവിൽ ഇറങ്ങി. മറ്റ് 3 പേരാണ് ഈ അപകടത്തിൽപ്പെട്ട 3 പേരും മരിച്ചു എന്ന വിവരം. തീർച്ചയായും. വീണ്ടും പ്രൈം ടൈം ന്യൂസിലേക്ക് നമ്മളിനി പോകുന്നത് കോഴിക്കോട് പേരാമ്പ്രയിൽ BJPയിൽ അടുത്തിടെ ഉയർന്ന ചില തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അവിടെ കൈക്കൂലി ആരോപണം ഉയർന്ന BJP മണ്ഡലം ഭാരവാഹികൾക്കെതിരെ അച്ചടക്ക നടപടി വന്നിരിക്കുകയാണ്. മണ്ഡലം ജനറൽ സെക്രട്ടറി കെ രാഘവൻ, വൈസ് പ്രസിഡന്റ് ശ്രീജിത്ത് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇന്ന് ചേർന്ന ജില്ലാ കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം.
പേരാമ്പ്ര മണ്ഡലം യോഗത്തിൽ അതിക്രമിച്ച് കിടന്ന് ബഹളമുണ്ടാക്കിയ 5 പ്രവർത്തകരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പാർട്ടി ഭാരവാഹികൾ കൈക്കൂലി വാങ്ങിയെന്ന് പേരാമ്പ്രയിലെ പെട്രോൾ പമ്പ് ഉടമ പ്രജീഷ് ആരോപണം ഉന്നയിച്ചിരുന്നു. തുടർന്ന് ഒരു കൂട്ടം പ്രവർത്തകർ ഇതിനെതിരെ മണ്ഡലം ഭാരവാഹി യോഗത്തിൽ ബഹളമുണ്ടാക്കിയത് വിവാദമായിരുന്നു. ജഡ്ജിക്ക് നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ കൈക്കൂലി വാങ്ങി എന്ന ആരോപണത്തിൽ പോലീസിന്റെ അന്വേഷണം. ഹൈക്കോടതി രജിസ്ട്രാർ കത്ത് നൽകിയതിന് പിന്നാലെയാണ് നടപടി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഹൈക്കോടതിയുടെ ആവശ്യപ്രകാരം ഒരു അഭിഭാഷകനെതിരെ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഹൈക്കോടതിയുടെ ഫുൾ കോർട്ട് നൽകിയ ശുപാർശയിലാണ് അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റിനെതിരെ അന്വേഷണം നടത്താൻ രജിസ്ട്രാർ ജനറൽ DGPക്ക് കത്ത് നൽകിയത്. ബലാത്സംഗ കേസിൽ പ്രതിയായ സിനിമാ നിർമ്മാതാവിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിത്തരാമെന്ന് പറഞ്ഞ് ജഡ്ജിയുടെ പേരിൽ കോഴ വാങ്ങിയെന്നാണ് ആരോപണം. ആരോപണം കോടതിക്ക് കളങ്കമുണ്ടാക്കിയെന്ന് കണക്കിലെടുത്താണ് അന്വേഷണത്തിന് ഫുൾ കോർട്ട് ശുപാർശ ചെയ്തത്. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം ആവശ്യമെങ്കിൽ മാത്രമേ FIR രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തൊരു അഭിഭാഷകനെതിരെ അന്വേഷണം ഇതാദ്യമാണ്. 24 കൊച്ചി. തൃശ്ശൂരിൽ നിന്ന് വന്ന മറ്റൊരു വാർത്തയിലേക്ക്. തൃശ്ശൂർ ധനവ്യവസായ ബാങ്കേഴ്സ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഇടപാടുകാരുടെ പൂർണ്ണ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിച്ച ഉടമകൾ. തൃശൂർ മുൻസിഫ് കോടതിയിൽ ഫയൽ ചെയ്ത പാപ്പർ ഹർജിക്കൊപ്പമാണ് ഇടപാടുകാരുടെ പൂർണ്ണ വിവരങ്ങളടങ്ങിയ രേഖകൾ ഉള്ളത്. ഇതിലൂടെ പരാതിക്കാരെ സമ്മർദ്ദത്തിലാക്കാനാണ് ഉടമകളുടെ നീക്കം. 24 എക്സ്ക്ലൂസീവ്. തൃശൂർ നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖർക്കെല്ലാം തൃശൂർ ധനവ്യവസായ ബാങ്കേഴ്സിൽ നിക്ഷേപമുണ്ടെന്ന് രേഖകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഉടമകൾ കോടതിയിൽ സമർപ്പിച്ച പാപ്പർ ഹർജിക്കൊപ്പം ഇടപാടുകാരുടെ നിക്ഷേപത്തിന്റെ പൂർണ്ണ വിവരങ്ങളുമുണ്ട്. കോടതിയിൽ കൂടുതൽ നിക്ഷേപത്തിന്റെ രേഖകൾ സമർപ്പിക്കാനും ഉടമകൾ നീക്കം നടത്തുന്നുണ്ട്. ആദായ നികുതി വകുപ്പിന്റേതടക്കം പരിശോധന ഭയന്ന് ഇനിയാരും പരാതിയുമായി രംഗത്തെത്താതിരിക്കാനുള്ള സമ്മർദ്ദമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തുന്നത്. 200-ലധികം വൻകിട നിക്ഷേപകരുള്ള ധനവ്യവസായ ബാങ്കേഴ്സിനെതിരെ 100 പേർ മാത്രമാണ് ഇതുവരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുള്ളത്. അതിനിടെ ഒളിവിലുള്ള സ്ഥാപന ഉടമകൾ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ തൃശൂർ സി ബ്രാഞ്ച് AC യാണ് കേസ് അന്വേഷിക്കുന്നത്. ഉടമകളായ ജോയ് ഡി പാണഞ്ചേരിയും ഭാര്യ റാണിയും ഉടൻ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 തൃശൂർ. പ്രൈം ടൈം ന്യൂസിലേക്കാണ്. നേരത്തെ അനുജ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. പൊക്കാറ വിമാനാപകടത്തിൽ മരിച്ച 3 നേപ്പാൾ സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത് കേരളത്തിൽ വന്ന് മടങ്ങുമ്പോഴെന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. രാജു ടക്കൂരി, റബീൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവരാണ് പത്തനംതിട്ട ആനിക്കാട് സ്വദേശിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാം, ഇദ്ദേഹം അവിടെ നേപ്പാളിൽ ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഈ അപകടം. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അനുജ 45 വർഷം നേപ്പാളിൽ സുവിശേഷകനായി ജോലി നോക്കിയ മാത്യു ഫിലിപ്പ്, ആനിക്കാട് നൂറോൻമാവ് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിലാണ് ഇവർ 5 പേർ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ആനിക്കാട് എത്തിയത്. ഇതിൽ 3 നേപ്പാൾ സ്വദേശികളാണ് മരിച്ചത്. അതിൽ രാജു ടക്കൂരി, റബിൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവർ മരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ദീപക് തമാങ്, സരൺ ഷായി എന്നിവർ നേപ്പാളിൽ കാഠ്മണ്ഡു വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു. ബാക്കി 3 പേരാണ് പൊക്കാറ വിമാനാപകടത്തിൽ മരണപ്പെട്ടത്. ഇവരുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ആളായിരുന്നു മാത്യു ഫിലിപ്പ്. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ അവിടെ എത്തിച്ചേർന്നത്. ആ ചടങ്ങിൽ പങ്കെടുത്ത് പോകുമ്പോഴാണ് ഇവർ മരണപ്പെട്ടത്. ഏതായാലും ഈ കുടുംബാംഗങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുമിച്ച് വർഷങ്ങളോളം ജോലി ചെയ്ത പരിചിതരായ ആളുകളാണ് ഇവർ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അനുജ, ശരി. എന്തായാലും നിർഭാഗ്യകരമായ, ദുഃഖകരമായ ഒരു സംഭവം. രാജ്യത്തിന്റെ അഖണ്ഡതയും സുരക്ഷയും ഏത് വെല്ലുവിളി നേരിട്ടും കാത്തു സൂക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇന്ത്യൻ കരസേന. ഇന്ത്യയുടെ സേനാബലം ഓരോ ഇന്ത്യക്കാരനും അഭിമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യൻ സൈന്യം എല്ലാ തീവ്രവാദ പ്രവർത്തനങ്ങളെ നേരിടാൻ സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ വ്യക്തമാക്കി. 75ാമത് കരസേനാ ദിനത്തിന്റെ ഭാഗമായി ബംഗളൂരുവിൽ നടന്ന മാർച്ചിനും അഭ്യാസ പ്രദർശനങ്ങൾക്കും ആയിരങ്ങളാണ് സാക്ഷികളായത്. ആർമി സർവീസ് കോർപ്സിൽ നിന്നുള്ള കുതിരപ്പടയും റെജിമെന്റൽ ബ്രാസ് ബ്രാൻഡുകളും ബംഗളൂരു നഗരത്തെ സൈനിക ദിനാചരണങ്ങളിലേക്ക് ക്ഷണിച്ചു. 8 മാർച്ചിംഗ് സംഘങ്ങളുടെ പ്രകടനമാണ് ഈ വർഷത്തെ ആർമിയുടെ പരേഡിൽ ഉണ്ടായിരുന്നത്. ധ്രുവ്, രുദ്ര ഹെലികോപ്റ്ററുകളുടെ പറക്കലിന് പരേഡ് സാക്ഷ്യം വഹിച്ചു. കേസ് വജ്ര പ്രൊപ്പൽ തോക്കുകൾ, പിനാക്ക റോക്കറ്റുകൾ തുടങ്ങിയവയും പരേഡിന്റെ ഭാഗമായി. T-90 ടാങ്കുകൾ, BMP ഇൻഫൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ, തുംഗസ്ക എയർ ഡിഫൻസ് സിസ്റ്റം, 155 mm ബൊഫേഴ്സ് ആയുധ സംവിധാനം മുതലായവയും ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സൈനിക പരിപാടികൾ വ്യാപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു.
ഇതിന്റെ ഭാഗമായാണ് ഈ വർഷത്തെ ബംഗളൂരുവിലെ കരസേനാ ദിനാചരണം. കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ മദ്രാസ് എഞ്ചിനീയർ സെന്റർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. സെന്റർ ബംഗളൂരു പരേഡ് ഗ്രൗണ്ടിലാണ് അദ്ദേഹം സല്യൂട്ട് സ്വീകരിച്ചത്. കരസേനാംഗങ്ങളുടെ വ്യക്തിഗത ധീരതയ്ക്കും ത്യാഗത്തിനും വേണ്ടിയുള്ള അവാർഡുകളും കരസേനാ മേധാവി വിതരണം ചെയ്തു. इस आर्मी डे के अवसर पर नाम, नमक और निशान की आधारशिला पर कायम हमारी परंपरा अनुसार देश की सेवा में अपने आप को पुनः समर्पित करने का हम प्रण लेते हैं. जय हिंद. ആദ്യമായാണ് ഡൽഹിക്ക് പുറത്ത് സൈനിക ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്. സൈന്യത്തിന്റെ ത്യാഗനിർഭരമായ ജീവിതം ജനങ്ങൾക്ക് അടുത്തറിയാൻ അവസരമൊരുക്കുന്ന വിധമായിരുന്നു പരേഡും അഭ്യാസ പ്രകടനങ്ങളും. സൈനിക ദിനാചരണം ജനകീയമാക്കാനുള്ള വിവിധ പരിപാടികളും ഇത്തവണ നടത്തുകയുണ്ടായി. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്.